ഈ മരപ്പാവയുടെ പുറത്താണ് ഇതൊക്കെ അടിച്ചു കയറ്റിയിട്ടുള്ളത് നെഞ്ചിന്. ഇപ്പൊ കൂടോത്രം എന്നൊരാൾ പറയുകയാണെങ്കിൽ നിങ്ങളെന്താ പറയാ? അന്ധവിശ്വാസം, നൊണ പറയുന്നു. ഇത് നടക്കും. എന്തുകൊണ്ട്? ആരുണ്ട്? ശൈത്താൻ. ഓനൊരു പണിയുണ്ട്. ഒരാളും കൂടോത്രം ഇല്ല എന്ന് വിചാരിച്ച് നടക്കണ്ട. ഒറിജിനലായും കൂടോത്രം ഉണ്ട്. ഇതാ തുണിശീല കൊണ്ടുണ്ടാക്കിയൊരു പാവക്കുട്ടി, ഇത് അതേപോലെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതൊക്കെ വിച്ച് മ്യൂസിയത്തിൽ സൂക്ഷിച്ച സാധനങ്ങളാണ്. ഞാൻ വിച്ച് മ്യൂസിയത്തിന്റെ സൈറ്റിൽ നിന്ന് എടുത്തതാണ്. ഇനി ഇതിനെ തടയാൻ നമുക്ക് കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? അവരെയും നമ്മളും സ്വീകരിച്ചു കഴിഞ്ഞു. ഇപ്പൊ ലോകം മുഴുവനും അശബക്കത്തുൽ ആലമിയ അസിഹരിയ, ഇപ്പൊ ഒരു സിഹറിന്റെ നെറ്റ്വർക്കാണ് ലോകാകെ നടക്കുന്നത്. ഇനി വലിയ ആള് വരും. ആര്? ദജ്ജാൽ. അയാൾ ആരാ? സയ്യിദുസ്സാഹിരീൻ. അയാൾക്ക് റസൂലുള്ള കൊടുത്ത പേര് സയ്യിദുസ്സാഹറ, സാഹിരീങ്ങളെ നേതാവിനാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇമാം അഹ്മദ് തങ്ങൾ തന്നെ മുസ്നദിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറയുന്നറിയോ? അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ പറയാണ്, എൻ്റെ വീട്ടിൽ ആരുണ്ടായിരുന്നു? ഹബീബായ റസൂലുള്ളാഹ്. ആ സമയത്ത് റസൂലുള്ളാഹ് സംസാര മധ്യേ ഫദക്കറ ദജ്ജാല. ആരെ പറ്റി പറഞ്ഞു? ദജ്ജാലിനെ പറ്റി പറഞ്ഞു. വഇന്ന അശദ്ദ ഫിത്നതിഹി, അവന്റെ ഏറ്റവും കഠോരമായ ഫിത്ന എന്ന് പറഞ്ഞാൽ ആ എഴുത്തിയൽ അറബിയ, ഒരു ഗ്രാമീണന്റെ അടുത്ത് ചെല്ലും. ഫയഖൂല, എന്നിട്ട് അവൻ പറയും, ഇൻ അഹ്യൈതു ലക ഇബ്ലക അലസ്ത തഅലമു അന്നി റബ്ബുക, ഞാൻ നിന്റെ ചത്തുപോയ ഒട്ടകത്തെ ജീവിപ്പിച്ചാൽ ഞാൻ നിന്റെ റബ്ബാണെന്ന് നീ സമ്മതിക്കുമോ? കാലനാം. അപ്പൊ അറബി എന്തു പറയും? അതെ, അംഗീകരിക്കും. ലഹു നഹ്വ ഇബ്ലിഹി, ഇവന്റെ പിശാചുക്കൾ ഉണ്ടാവുമല്ലോ, പിശാച് വന്നിട്ട് ഫതമസ്സല, രൂപപ്പെട്ട് നിൽക്കും. മിസ്ല ഇബ്ലിഹി, ഓന്റെ ഒട്ടകത്തിനെ പോലെ. ഇതാരല്ല, ചത്തോട്ടൻ ചത്തോയി, അതിനെ ജീവിപ്പിക്കാൻ നമുക്കിന് കഴിയൂല. പക്ഷെ ഇവൻ ആരുണ്ടാവും? ശൈത്താൻ പടം ഉണ്ടാവും. ശൈത്താൻ ഉടനെ തന്നെ നേതാവ് പറഞ്ഞാൽ അനുസരിക്കും. എന്ത് ചെയ്യും? ഫതമസ്സല ലഹു മിസ്ല ഇബ്ലിഹി, ഇവന്റെ ഒട്ടകത്തിന്റെ കോലത്തിൽ ആരും വന്ന് നിൽക്കും. അപ്പോൾ എങ്ങനെ വന്ന് നിൽക്കുക? എങ്ങനെ വന്ന് നിൽക്കുക? എങ്ങനെ വന്ന് കാരണാൽ അകിടൊക്കെ ഏറ്റവും മനോഹരമായി കെട്ടി വീർത്ത രൂപത്തിൽ, പൂഞ്ഞ ഏറ്റവും മനോഹരമായ വിധത്തിൽ. അപ്പൊ ഓന്റെ ഒട്ടകത്തിന്റെ യൗവന കാലത്ത് എന്ത് ജീവിപ്പിക്കും? വലിയ ആണായ കരുത്തില് പെണ്ണൊട്ടകം നല്ല അകിടൊക്കെ വീർത്ത കോലത്തിൽ പിശാചുക്കൾ ഉണ്ട്. ഷയാത്തീൻ പിശാചുക്കൾ രൂപപ്പെട്ടിട്ട് ഒന്ന് കൊടുക്കും. ഒരു ഒട്ടകക്കൂട്ടത്തിനെ ഒന്നിച്ചാണ് ജീവിപ്പിച്ചു കൊടുത്തു. ഇതാരല്ല, ഒട്ടകക്കൂട്ടല്ല, ഇതാരാണ്? ഫതമസ്സലഹു, രൂപപ്പെട്ട് വന്ന് നിൽക്കുകയാണ്. ആര്? പിശാചുക്കള്. അപ്പവൻ ചോദിക്കും, അലസ്തു റബ്ബക, ഞാൻ നിന്റെ റബ്ബല്ലേ? ഖാലനാം, അതെ. വഇന്ന മിൻ അശദ്ദി ഫിത്നതിഹി, അവന്റെ ഏറ്റവും കഠോരമായ ഫിത്ന എന്താണ്? ഇതിവിടെ സൂക്ഷിച്ച് നടക്കുന്ന പണിയാണ് ആർക്ക്? യൂറോപ്പിന്. ശാസ്ത്രീയ സംവിധാനം. ചില നാടുകളിൽ കൂടോത്രം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചില കവലകളിൽ ബിച്ചുകൾ വന്നിരിക്കും. എന്നിട്ട് അതിൻ്റെ പരസ്യ ബോർഡും വെക്കും, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരും. ആധുനിക ഉപകരണം ഉണ്ടാവും. ഈ ആധുനിക ഉപകരണം വെച്ചിട്ട് ഇവർ എന്ത് ചെയ്യും? സീറിന്റെ ആധുനിക ഉപകരണങ്ങൾ പള്ള നിറച്ചാൽ. ഇതൊക്കെ പഠിച്ചിട്ടാണ് യൂറോപ്പിൽ പഠിക്കാൻ പോയാൽ പിന്നെ തിരിച്ചു വരുന്നത്. ഇപ്പൊ ഈ ബോർഡ് ഉപയോഗിക്കുന്നത് ഉറപ്പിച്ചോളി. ചൈനയിലേക്ക് മറ്റൊക്കെ പഠിക്കാൻ പോയാൽ കുറഞ്ഞ പൈസ കൊണ്ട് MBBS ആവും. പക്ഷെ കയ്യിൽ നിന്ന് കുട്ടി പോകും. 90%. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്തവരെ എല്ലാവരും രക്ഷപ്പെടൂല. നല്ലോണം മനസ്സിലാക്കണം. ബാപ്പിയും സഹോദരനൊക്കെ മരിച്ചു പോയ ഒരാളെടുത്തേക്ക് ദജ്ജാൽ ചെല്ലും. എന്നിട്ട് പറയും, മരിച്ചു പോയ നിന്റെ ബാപ്പാനി സഹോദരൻ ഞാൻ ജീവിപ്പിച്ചെന്നാൽ ഞാൻ റബ്ബാന്ന് അംഗീകരിക്കോ? ആര് ചോദിക്കും? ദജ്ജാല്. മാട്ടെ, ഞാൻ അംഗീകരിച്ചോളാം. അപ്പോൾ ഷയാത്തീൻ, പിശാചുക്കൾ വന്ന് നിൽക്കും. ആരെ കോലത്തില്? ഒരു ചെയ്ത്താൻ ബാപ്പാനെ കോലത്തിൽ നിൽക്കും, ഒരു ചെയ്ത്താൻ സഹോദരനെ കോലത്തിൽ നിൽക്കും. നല്ല ചൊറുക്കുള്ള വാപ്പ, ചൊറുക്കുള്ള മിണ്ടും ചെയ്യും, വർത്താനം പറയും. പ്രഗത്ഭനായ ഒരാളുടെ ഭാര്യ അയാൾ മരിച്ചുപോയി. ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസം മാത്രമാണ് ഞാൻ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മുറിയിൽ ഇപ്പോൾ കിടക്കാറുള്ളത്. ആ ദിവസം അദ്ദേഹം എൻ്റെ അടുത്ത് വരും. അന്ന് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി കഴിയും. കേരളത്തിലെ ഒരു പ്രഗത്ഭനായ ആളുടെ ഭാര്യ
കൊല്ലങ്ങൾക്ക് മുമ്പ് അയാൾ മരിച്ചുപോയി. അയാളുടെ ഭാര്യ പത്രക്കാർക്ക് കൊടുത്തൊരു അഭിമുഖമാണ് എന്ത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഈ പെണ്ണിനുമായി ശാരീരിക ബന്ധം പുലർത്തും ആര്? പിശാച്, ശൈത്താൻ, പിശാച്. അയാൾ തരൂല, അയാൾ മരിച്ചുപോയി. അയാൾ വരുന്ന പ്രശ്നമില്ല, അയാൾ മരിച്ചല്ലോ, അയാളെങ്ങനെ വരുന്നത്? രൂപപ്പെട്ടു വരും. ഇത് നല്ലോണം മനസ്സിലായിക്കോളി. ഇത്ര അനുഭവങ്ങൾ ഇന്ന് നമ്മളെ ഗൾഫുകാരത്തി പെണ്ണുങ്ങൾക്ക് ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവും? അവരുപയോഗിക്കുന്ന മൊബൈലിൽ നിന്ന് അവരെ കണ്ണിലൂടെ പിശാച് അവരുടെ ശരീരത്തിൽ കയറും, അവരെ അടുത്ത് രൂപപ്പെടും, പലതും ഉണ്ടാവും. അവർ ശാരീരികമായി ആവശ്യമായി ബന്ധപ്പെട്ട് കൊടുക്കും. ഭർത്താവ് ഗൾഫിലാണ്, ഇടക്കിടക്ക് ഭർത്താവ് ജിമായി ചെയ്യുന്നത് പോലെ ഭാര്യ സ്വപ്നം കാണും. സ്വപ്നമല്ല, ബൈന നോമി വല്യക്കള, ഉറക്കുമല്ല, ഉണർച്ചയല്ല. ഇത് സർവ്വസാധാരണയായ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നോട് ചോദിച്ചു, എനിക്ക് സ്വപ്നമാണോന്നും അറിയണില്ല, അല്ലേന്നും അറിയണില്ല, പക്ഷെ കാര്യം നടക്കുന്നുണ്ട്. അതിൻ്റെ അടയാളങ്ങൾ പിറ്റേന്ന് രാവിലെ ബെഡിൽ കാണും, എൻ്റെ ശരീരത്തിലും കാണും. എനിക്ക് ഇങ്ങനെ ആകുമ്പോൾ കുളി നിർബന്ധമാവുമോ എന്നാണ് ഈ പെണ്ണിൻ്റെ പ്രശ്നം. ഇതെന്തല്ല, ഇത് സ്വപ്നം കാണുകയല്ല, ഭർത്താവിനെ സ്വപ്നം കാണുകയല്ല, നിന്നെ ഉപയോഗിച്ചതാണ്. ആര്? പിശാച്. എന്താ കാരണം? നിനക്ക് ഹിമായത്തില്ല, സംരക്ഷണമില്ല. ഇന്നൻ നെല്ലറ സഹുമം മിൻ സിഹാമി ഇബ്ലീസ്, മുസ്തഫ നബി പറഞ്ഞു. അത് ബസ് സ്റ്റോപ്പൊക്കെ നോക്കി കുത്തിരിക്കൽ മാത്രമല്ല. ഒരു കാലത്ത് അത് ബസ് സ്റ്റോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് അതല്ല, ഇന്ന് മൊബൈൽ നോക്കലാണ്. നല്ലോണം മനസ്സിലാക്കണം. അതുകൊണ്ട് ഉപയോഗം നിർത്തന്നെ വേണം. അത് കഴിയൂലെങ്കിൽ പരമാവധി പരമാവധി പരമാവധി. ഇപ്പൊ ഞാൻ ഈ അജിത്ത് നിങ്ങൾക്കൊക്കെ ഇവിടെ എന്തിനാ കാണിച്ചതെന്നറിയോ? പിശാച് രൂപപ്പെട്ടു വരും. ആരുടെ രൂപത്തിൽ? ഒട്ടകാണെങ്കിൽ ഒട്ടകാവും. ആരത് പറയണത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒടിയനെ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിന് ഒടിയന് ഒരുപാട് പണിയുണ്ട്. അതേ സമയത്ത് ഈ പണി ഒന്നുമില്ലാതെ ചെയ്യാനും ആർക്ക് കഴിയും? ശൈത്താന് കഴിയും. ദജ്ജാൽ ഇത് ചെയ്യിപ്പിക്കും. ആ രൂപത്തിൽ വന്ന് നിൽക്കും. ആ ഒട്ടകങ്ങളുടെ അകിട് ഏറ്റവും കെട്ടി വീർത്ത നിലയിൽ, ഏറ്റവും നല്ല പൂഞ്ഞക്കോലത്തിൽ 4 കാലിങ്ങനെ കുത്തിയിട്ട് ആര് വന്ന് നിൽക്കും? ശൈത്താൻ. ഇത് പഠിക്കാത്ത വിഡ്ഢികളാണ് എന്ത് പറയണത്? അതൊക്കെ വെറുതെ പറയാണ്. ഇവിടെ പിശാചാണ് രൂപപ്പെട്ട് നിൽക്കുന്നതെങ്കിലും മനുഷ്യന്റെ മുന്നിൽ ഈമാൻ നശിക്കാൻ അത് മതിയല്ലോ. പിന്നെ ഒരു മെറ്റീരിയൽ അവിടെ ഉണ്ടല്ലോ. എന്താ മെറ്റീരിയൽ? പിശാച്. വെറും ഖയാലല്ല, വെറും തോന്നല്ല. അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നല്ല. പിന്നെ അവിടെ ആരുണ്ട്? പിശാച്ചുണ്ട്. ഓനിപ്പോൾ നിൽക്കുന്ന ഒട്ടകത്തിന്റെ കോലത്തിലാണ്, ഓനിപ്പോൾ നിൽക്കാൻ്റെ വാപ്പാന്റെ കോലത്തിലാണ്, എൻ്റെ സഹോദരന്റെ കോലത്തിലാണ്. അപ്പൊ ഈ കുട്ടികളോട് എത്ര പറഞ്ഞിട്ടും കാര്യമല്ല. മൊബൈൽ ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞിട്ട് കാര്യം തന്നെയല്ല. മോലിയുടെ പരിയും കാര്യമല്ല, തങ്ങളെ പരിയും കാര്യമല്ല. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഓളെ കുട്ടീന്റെ പള്ളിയിലുണ്ടാണ് അകത്ത് മക്കതായിരിക്കും പണി. അപ്പൊ എന്ത് കയറിയിട്ടുണ്ട്? ഭ്രൂണത്തിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ലൊരു അത്ഭുതം പറഞ്ഞുതരാം. ഒരു കുട്ടി പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടിയെ അബോർഷൻ ചെയ്യലാണ് നല്ലത്. കാരണം ഈ കുട്ടിക്ക് ബുദ്ധിമാന്ദ്യം സംഭവിക്കും, പൂർണ്ണ വളർച്ച എത്തൂല, ഈ കുട്ടി നിങ്ങൾ ഒഴിവാക്കി കളി എന്ന് ഭർത്താവിനോടും ഭാര്യയോടും പറഞ്ഞു. പക്ഷെ അവർക്ക് ആ കുട്ടിയെ ഒഴിവാക്കണത് ഇഷ്ടമല്ല. എന്നോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഒഴിവാക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ രാവും പകലും ഖുർആനോട് അള്ളാഹിനോട് ദ്വാരക്കുക, ഞാനും ദ്വാരക്കാം, പിന്നെ പേരുള്ളവരൊക്കെ ദ്വാരക്കാൻ പറഞ്ഞാളി. പൂർണ്ണ വളർച്ചെത്തി 9 മാസം കഴിഞ്ഞു, കുട്ടിയെ പ്രസവിച്ചു. ഇപ്പം ആ കുട്ടി ഒരു അത്ഭുതം. എന്താ അത്ഭുതം എന്നറിയോ? ഈ കുട്ടിക്ക് ഇപ്പോൾ ഏകദേശം 1 വയസ്സായി. ഈ കുട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കുട്ടിയുടെ അത്ഭുതം, ഈ കുട്ടി ഒരു 3 മാസമാവുന്നതോടുകൂടെ അള്ളാഹ് എന്ന് പറയൽ തുടങ്ങി. അല്ലാ അല്ലാ അല്ലാ. ഈ കുട്ടി ഉമ്മ വാപ്പ എന്നല്ല ആദ്യം പറഞ്ഞ്, അള്ളാഹ് എന്നാണ്. ഇപ്പോൾ ഫുൾ ടൈം ആ പോരക്കാർക്ക് അത്ഭുത ഈ കുട്ടിയെ. ഇതെവിടെ ഈ കുട്ടി കിട്ടിയേ? അതിന് ഉമ്മാൻ്റെ ദ്വാ. ഈ ഗർഭത്തിലെ കുട്ടിക്കും ഒരു മസ്മഉണ്ട്, ഒരു സമഉണ്ട്. അതിന് ആദ്യമായി മനുഷ്യൻ ഉണരുന്ന സാധനം എന്താണ്? കേൾവിയാണ്. അതുകൊണ്ടാണ് കേൾവിയെ ഖുർആൻ ആദ്യം പറഞ്ഞത് ഫജഅൽനാഹു ബസീറൻ സമീഅ എന്നല്ല, ഫജഅൽനാഹു സമീഅൻ ബസീറ എന്നാണ് പറഞ്ഞത്. ആദ്യം പറ കേൾവിയാണ്. ഈ കുട്ടിക്ക് ആദ്യം തുറക്കുക, കേൾവിയാ തുറക്കുക. അപ്പൊ ഈ കുട്ടി കേൾക്കണാണ് എന്ത് ഖുർആനോടാണ് അല്ലാഹ് അല്ലാഹ് ഉമ്മ ദ്വാരക്കണത്. അതപ്പോ ആ കുട്ടിയുടെ ഭ്രൂണത്തിൽ കയറിയിട്ടുണ്ട് എന്ത്? ഈ അല്ലാഹ്. അതേസമയം നമ്മളെ കുട്ടികളെ അഡിക്റ്റ് ആകുക ഈ സാധനത്തിന്. എന്തുകൊണ്ട്? കാര്യമായ പണിയൊന്നും ഇല്ലാതെ ബെഡ് റെസ്റ്റ് വേണമെന്നാവും.
ഈ സമയത്തുള്ള പണി എന്താ? ഓളെ കണ്ണിലൂടെ മറ്റൊരാണ് കയറി എവിടേക്ക് പോവും? കൃഷിയും തലമുറയും നശിപ്പിക്കലാണ് അവന്റെ ഉദ്ദേശം. ഇനി ഒന്നും കൂടി ആലോചിച്ച് നോക്കാം. ഹർസ് എന്ന ഖുർആൻ ആരെ പറ്റിയ വേറെ പറഞ്ഞേ? വയുഹ്ലിക, പൈശാചിക ബാധ ഏറ്റവരും നശിപ്പിക്കും. എന്തിനെ? അല്ല ഹർസ, കൃഷിയെയും തലമുറയും നശിപ്പിക്കും. ഹർസാണല്ലോ ഇവിടെ ആദ്യം പറഞ്ഞത്. ഹർസ് എന്ന ഖുർആൻ ആദ്യം വേറെ സ്ഥലത്താ. നിസാഉക്കും ഹർസുലക്കും. ഹർസ് പറഞ്ഞ പെണ്ണാണ്. നിങ്ങളുടെ കൃഷിയിടമാണ് എന്ത്? പെണ്ണ്. ഇതേ ഹർസ് എന്ന വാക്കാണ് ഇവിടെയും പറഞ്ഞത്. യുഹ്ലിക്കൽ ഹർസ, ഹർസിനെ ആര് നശിപ്പിക്കും? പിശാച്. ഉള്ളിൽ കയറിയിട്ട് നശിപ്പിക്കും. ആരെ? പെണ്ണിനെ. വന്നസ്ല, പിന്നെന്തിനേയും? തലമുറകളെയും. നിലവിലുള്ള പ്രശ്നം ഞാൻ പറയുന്നത്, ഈ ആയത്തിറങ്ങുന്ന കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ല. ഇന്ന് ഈ കുട്ടികളത് എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഈ കുട്ടികളെ ഉള്ളിൽ അത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഹർസ് നശിച്ചു, അപ്പൊ അത് നശിക്കും. നെസ്ല്, തലമുറ ഒക്കെ നശിച്ചു. നീ ഈ കുട്ടീനെ ഉള്ളിൽ നിന്ന് കയറ്റാൻ കഴിയില്ല. നീ നമ്മൾ മദ്രസയിലാക്കും. 10ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവില്ല. മോലിയാർ ചീത്താണ്. ഇന്നത്തെ മോലിയന്മാരത്തേക്ക് പറഞ്ഞയച്ചിട്ട് കാര്യമല്ല. ഇത് മോലിയാരല്ല, ഇത് നിങ്ങൾ സിദ്ദീഖുലൊക്കെ പറഞ്ഞ കൊണ്ട് നന്നാവാത്ത സാധനം. കാരണം ആ ജാതി ഇതിന്റെ ഉള്ളിൽ ആര് കയറി കഴിഞ്ഞു? ഈ ഗൂഢോത്തര പിശാച്ച്, ഈ യൂറോപ്പ്. അവസാനിപ്പിക്കാണ്. നല്ലോണം ചിന്തിക്കണം. ആധുനികത എത്ര വന്നോ